Hi everyone. Today we are going to discuss a new chapter, service costing. Okay. പ്രോസസ് കോസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു പുതിയ ചാപ്റ്ററാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് സർവീസ് കോസ്റ്റിങ്ങിൽ എന്താണ് സർവീസ് കോസ്റ്റിംഗ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. Service costing is a variant of unit or output costing. Service costing refers to the cost of providing a service or function. It is costing procedure used for determining the cost per unit of service rendered. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിൻ്റെ ഒരു വാരിയൻ്റാണ്. ദെൻ സർവീസ് കോസ്റ്റിങ്ങിൽ ശരിക്കും ചെയ്യുന്നത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സ്, മെത്തേഡ്, അതാണ് സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ സർവീസും പ്രോഡക്റ്റും പ്രൊവൈഡ് ചെയ്യാം. അല്ല, അതിൽ സർവീസാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന കോസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തിനെ യൂസ് ചെയ്യുന്നതാണ്? യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സർവീസ് റെൻറ്റഡ്. അപ്പോൾ സർവീസ് കൊടുക്കുമ്പോൾ അതിൽ എത്ര ഒരു യൂണിറ്റ് സർവീസിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെ മേഖലയിലാണ് സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? It is adopted by the organization which render services. സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് ഈസ് അഡോപ്റ്റഡ് ബൈ ദോസ് ഓർഗനൈസേഷൻ വിച്ച് റെൻഡർ സർവീസസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, educational institutions, hotel, canteen, hospitals, electricity companies, gas companies, water supply concerns, transport costing services and powerhousing or powerhouse service costing, ഹോട്ടൽ സർവീസ്, സിനിമ ഹൗസ് സർവീസ്, ഇങ്ങനെയുള്ള മേഖലയിലാണ് ഏത് അപ്ലൈ ചെയ്യുക? സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി സർവീസ് കോസ്റ്റിംഗ് ആണെങ്കിൽ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് നോക്കാം നമുക്ക്. സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി കൺസേൺസ് ദാറ്റ് എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് റിസംബിൾസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ്. The distinction between fixed cost and variable cost is very important. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഇവിടെയും കാണിക്കുന്നുണ്ട് എന്നർത്ഥം. ദെൻ പ്രപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ജനറലി ഹയർ. ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രപ്പോർഷൻ എപ്പോഴും കൂടുതലായിരിക്കും. കോസ്റ്റ് യൂണിറ്റ് മേ ബി സിമ്പിൾ ഇൻ സർട്ടൻ കേസസ് ആൻഡ് കോമ്പൗണ്ട് ഇൻ അതർ കേസസ്. യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ ആ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യുക. ചില കേസിലാണെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ കേസ് ഏതാണോ, ഏത് ടൈപ്പ് ഓഫ് അണ്ടർടേക്കിംഗ് ആണോ അതിനനുസരിച്ചിട്ട്, ഏത് ടൈപ്പ് ഓഫ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ സിമ്പിൾ യൂണിറ്റ് കോസ്റ്റ് ആവും ഫോളോ ചെയ്യുന്നുണ്ടാവുക, അതല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദർ ഈസ് നോ പ്രോബ്ലം റിഗാർഡിംഗ് വാല്യൂഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. വർക്ക് ഇൻ പ്രോഗ്രസ് റിലേറ്റഡ് ആയിട്ടോ ക്ലോസിംഗ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടോ വാല്യൂഷനെ കുറിച്ച് അവിടെ പ്രോബ്ലംസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ഇനി സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. ഇവിടെ നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടില്ല, പ്രൊവൈഡ് ചെയ്ത സർവീസസിൻ്റെ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്ത സർവീസസ് നമ്മൾ എത്ര സർവീസസ് കൊടുത്തു, അതിന് എത്ര കോസ്റ്റായി എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു എയിം. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ കറക്റ്റ് പ്രൈസ് ഫിക്സേഷൻ. അതായത് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ടു കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. ടു എലിമിനേറ്റ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. ടു മെഷർ എഫിഷ്യൻസി ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാം. സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ. എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ്, എന്താണ് സർവീസ് കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുമ്പോൾ ജനറലി കോമ്പൗണ്ട് കോസ്റ്റ് ഈസ് യൂസ്ഡ്. സർവീസ് കോസ്റ്റിങ്ങിൽ കോമ്പൗണ്ട് കോസ്റ്റ് ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് യൂണിറ്റ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കോസ്റ്റ് ആർ അനലൈസ്ഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വാരിയബിൾ. സർവീസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റിനെ രണ്ടായിട്ട്, ഫിക്സഡ് ആയിട്ടും വാരിയബിൾ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആസ് എ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇങ്ങനെയാണ് അതിൽ കോസ്റ്റിൻ്റെ ഡിവിഷൻ വരുന്നത്. സർവീസ് കോസ്റ്റിങ്ങിൽ പ്രപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഹൈ. ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ എന്താണ്, പ്രപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ലോ. ഓക്കെ. ഇനി സർവീസ് കോസ്റ്റിങ്ങിലാണെങ്കിൽ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് വാരീസ്. കോസ്റ്റ് വിൽ വാരി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് സർവീസസ്. സർവീസിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഇവിടെ എന്തിൽ മാറ്റം വരാം, വാരീസ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വരാം. And in the case of unit costing, the procedure for recording various costs will be similar for all goods manufactured in the company. അങ്ങനെ ഏകദേശം വ്യത്യാസം വരില്ല, എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. യൂണിറ്റ് കോസ്റ്റിങ്ങിലാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിച്ചത് കേട്ടോ. യൂണിറ്റ് കോസ്റ്റിങ്ങിലാണ് എന്ത് പഠിച്ചത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും അതേപോലെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്ത പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അതായത് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ. നെക്സ്റ്റ് സർവീസ് കോസ്റ്റ് യൂണിറ്റ്സ്. സർവീസ് കോസ്റ്റ് യൂണിറ്റ്സിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും യൂസ് ചെയ്യാം, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും യൂസ് ചെയ്യാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്, ദ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ്. അതായത് ട്രാൻസ്പോർട്ട് സർവീസസ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സിന് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് സർവീസ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് യൂണിറ്റ് പെർ പാസഞ്ചർ അല്ലെങ്കിൽ പെർ കിലോമീറ്റർ. ഒരു പാസഞ്ചർക്ക് ഇത്ര രൂപ, ഒരു കിലോമീറ്ററിന് ഇത്ര, അങ്ങനെയാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ഗൂഡ്സ് ആണെന്നുണ്ടെങ്കിൽ പെർ ടണ്ണ് അല്ലെങ്കിൽ പെർ ക്വിൻ്റൽ അങ്ങനെയുള്ള ബേസിൽ ഒരു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുക. ഒന്നില്ലെങ്കിൽ പെർ ടണ്ണ് അല്ലെങ്കിൽ പെർ ക്വിൻ്റൽ. സ്കൂൾ ഓർ കോളേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് ബേസിലായിരിക്കും. ഇപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യൂണിറ്റ് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിന് എക്സാമ്പിൾ. ഇനി കോമ്പൗണ്ട് ആകുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്, കോമ്പൗണ്ട് സർവീസ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ. ഓക്കെ. അതായത് ഇപ്പോൾ ബസ്, ട്രെയിൻ, പാസഞ്ചർ ബസ്സാണ്, ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ. അതിനകത്ത് രണ്ടെണ്ണം വന്ന് പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ. അപ്പോൾ കോമ്പൗണ്ടായിട്ട് യൂസ് ചെയ്യാം. ഗൂഡ്സ് ട്രെയിൻ ആണെങ്കിൽ, ട്രക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ടൺ പെർ കിലോമീറ്റർ. ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ ബെഡ് പെർ ഡേ ചെയ്യാം. അവിടെ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ പെർ ബെഡ് മാത്രം മതി, അല്ലെങ്കിൽ പെർ ഡേ മാത്രം മതിയാവും. കോമ്പൗണ്ട് ആണെങ്കിൽ പെർ ബെഡ് പെർ ഡേ ആയിരിക്കും. ഓക്കെ. ഹോട്ടലാണെങ്കിൽ പെർ റൂം പെർ ഡേ. അങ്ങനെ ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിലാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ സർവീസ് കോസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ള മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, സർവീസ് കോസ്റ്റ് യൂണിറ്റ്സ് എങ്ങനെയാണ് വരിക, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ നോക്കിയത്. ഓക്കെ.